എന്താ അന്ന് എന്തിനാ ഞങ്ങൾ തന്നെ നോക്കിയിരുന്നത്? എന്ന് വേണ്ട, ഇന്നലെ കണ്ടു നോക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ഇനി എന്റെ മമ്മയെ കാണരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ല വെച്ചാൽ ഇഷ്ടമല്ല. ഇനി ഇനി എന്റെ മമ്മയെ കണ്ട മമ്മ എന്റെ മോള് കാഷ്വാലിറ്റിയിൽ മോളെ മമ്മ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എന്തിനാ മമ്മിയോട് പറയാതെ പോയി? അതുകൊണ്ടല്ലേ മോക്കിങ്ങനെ? ഒന്നുമില്ല മമ്മ, എനിക്കൊന്നുമില്ല. ഇപ്പൊ നോർമലാ. ആ ക്ഷീണമൊന്ന് മാറാൻ വേണ്ടി ഒരു ഡ്രിപ്പ് കൊടുത്ത് കിടത്തിയതാ. മാഡം വരൂ, ഇരിക്കൂ. നിങ്ങൾ ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു. അതെ, മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ പതിവുണ്ടോ? ഐ മീൻ, ഇതുപോലെ ഇതിനു മുമ്പും? നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട്. 3-4 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഇത് ആദ്യമായിട്ടാ. മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വല്ല വഴക്കോ, എന്തെങ്കിലും സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ, അങ്ങനെ വല്ലതും? എന്റെ അറിവിലില്ല. അല്ല, അബോധാവസ്ഥയിലും മോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു. സംതിങ് ഹാസ് അഫക്റ്റഡ് അവർ മൈൻഡ് ഡീപ്ലി. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരുതരം മെന്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത്. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഇനിയും ഇങ്ങനെ ആവർത്തിച്ച ചിലപ്പോ എനിക്ക് എന്റെ മോളെ പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്ലീസ് കാണരുത്, കൺമുമ്പി വരരുത്. അതെന്റെ മോൾക്ക് ഇഷ്ടമല്ല. മോൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല. ഞാനല്ല, മോളാണ് എന്നെ കാണാൻ. ആയിരിക്കാം, ശരിയാണ്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എനിക്ക് എന്റെ മോളാ വലുത്. അതുകൊണ്ട് ഇനി കാണരുത്. ഇല്ല. ഏട്ടാ, സേതുവേട്ടനും ശിവനും ഒക്കെ ആ കുട്ടിയുടെ വിഷയം പറഞ്ഞ് അമ്മയോട് വഴക്കിട്ടുന്ന് ഏട്ടനോട് ആരും പറയാഞ്ഞിട്ടാ. എല്ലാവരുടെയും മുഖം കണ്ടപ്പോ തോന്നി. സത്യം പറഞ്ഞ ഏട്ടൻ തിരിച്ചു പോകുമ്പോ അങ്ങനെ ഒരാളെ കണ്ടു എന്ന് അമ്മ പറഞ്ഞപ്പോ മനസ്സുകൊണ്ട് സന്തോഷിച്ചവനാ ഞാൻ. പക്ഷേ അവർക്കൊരു മകള്, അതും കാണരുതെന്ന് അവര് തന്നെ പറയുമ്പോ ഇല്ലാതാവുന്നത് ഏട്ടനല്ലേ? എന്താ ഏതാന്നൊക്കെ ഒരിക്കൽ അന്വേഷിച്ചു എന്നുള്ളത് നേരെ. പക്ഷെ നേരിൽ കണ്ടപ്പോ ഒരു മോളും കുടുംബം ഉണ്ടോന്ന് അറിഞ്ഞപ്പോ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ ഇന്നെന്തിനാണാവോ കുട്ടി എന്നോട്? അതെന്തെങ്കിലും ആവട്ടെ, നീ പോയി കിടന്നോ. ഏട്ടനെ ഉറക്കിയോ? അതെ, ഓരോന്നിനും ഓരോ നേരവും കാലമൊക്കെ ഉണ്ട്. ആ നേരത്ത് അവനവന്റെ കാര്യം നോക്കില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നൊരു കുട്ടി ഇഷ്ടല്ലാന്ന് പറഞ്ഞു വന്നു. ഇനി എന്നാണാവോ ഇഷ്ടാണെന്ന് പറഞ്ഞു കുട്ടിയും തളയും കൂടെ കേറി വരിക. എന്നെ ചവിട്ടിയില്ലേ? ചവിട്ട്? ആര്? ഹെടി നീ നാക്കുളിക്ക് വീണതായിരിക്കും. അല്ല, എനിക്കറിയാം. അറിയാലോ, അപ്പൊ ചവിട്ടിയത് തന്നെയാ. ഒരു സാമ്പിൾ ഡോസ്. നീ എന്താ പറഞ്ഞത്? അവനവന്റെ കാര്യം നോക്കി നടക്കാത്തതിന്റെ കുഴപ്പാന്നല്ലേ? അതേടി, സ്വന്തം കാര്യം നോക്കി ടൈം ടേബിൾ വെച്ച് ജീവിച്ചിരുന്നെങ്കിലേ ഇന്നൊരു കാവൽക്കാരനെ പോലെ ആ പാവത്തിനോട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. സ്വന്തം സങ്കടം മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് നീ ഇവിടെ ഇങ്ങനെ സുഖിച്ച് കിടക്കണേ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയല്ല നമ്മൾ തമ്മിൽ പ്രേമിച്ചത്. എസിക്ക് തണുപ്പ് കുറവാണെങ്കിൽ പറഞ്ഞാ മതി, കൂട്ടിത്തരാം.
നല്ല തലയണ. അതുകൊണ്ട് തലയണ മന്ത്രം വേണ്ട മോളെ വേണ്ട മോളെ മാണ്ട മോളെ മാണ്ട മോളെ മാതലടി. ശിവന് ഞങ്ങൾ എത്തിട്ടോ. ഒരാഴ്ചക്കുള്ളിൽ ഒരു ഒഴിവില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചാർട്ടാണ് മാറ്റി. വീട് പണി തകർത്തിട്ട് നടക്കല്. ഇനിയിപ്പൊ ഞമ്മള് വെട്ടാഞ്ഞിട്ട് നിങ്ങളെ കട്ടല വെക്കല് മാറ്റണ്ട. നിന്റെ ഇലക്ഷൻ തെറ്റിട്ടില്ലേട്ടാ. ഇലക്ഷൻ അല്ല സെലക്ഷൻ. രണ്ടും ഒന്ന് തന്നെ. അന്റെ വീട് പണിക്കുള്ള ഒട്ടുമുക്കാൽ ഐറ്റംസും ഇവന്റെ തടിമന്ത് കിട്ടും. രാമാ ഓന്റെ കയ്യും കാലൊക്കെ നന്നായിട്ട് മുറുക്കി കെട്ടിക്കോ, അല്ലെങ്കിൽ ഓനെ ഈ നെടുമ്പരും കണ്ട പോവും. എന്താ കുഞ്ഞാപ്പൂ, അതിന്റെ കാര്യം തീരുമാനമായ? അത് ശരി, നിങ്ങളകത്തുണ്ടായിരുന്നാ? അവത്തുള്ളതുകൊണ്ടല്ലേ കുഞ്ഞാപ്പൂ പുറത്തേക്ക് വന്ന്. നിങ്ങൾ കാര്യം പറയേ. ഫർണിച്ചർ ഉണ്ടാക്കാൻ കാതലുള്ള മരം വേണമെന്ന് പറഞ്ഞപ്പോ വന്ന. കാതലുള്ള മരം വേണം, പക്ഷെ ഇത് തന്നെ വേണം കുഞ്ഞാപ്പൂ. ഇന്ന് മരം മുറിക്കാൻ പറ്റിയ ദിവസമല്ല. ഏതായാലും മാരകായുധങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് കൂലി മുടക്കാം. അത് ശരി. അപ്പൊ കുടുംബത്തിലെ കാർന്നമാരോട് ചോദിക്കാതെ വെട്ടിലും മുറിക്കലൊക്കെ? അല്ല, അതൊന്നും വേണ്ടായിരുന്നു. ആയുധങ്ങളൊക്കെ എടുത്തരാമാ, നമുക്ക് പോവാ. എന്താ അവര് പോണേ? മുറിക്കുന്നില്ലേ? എന്താ അമ്മ ഈ പ്ലാവ് തന്നെ മുറിക്കണേ? അതിപ്പോ പൂക്കണമില്ല, കായ്ക്കണമില്ല. അടിച്ചു വരാൻ വരുന്ന പെണ്ണിന് ചപ്പും ചവറും ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ലല്ലോ. പൂക്കാത്തതും കായ്ക്കാത്തതും വെട്ടിമാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ മുല കൂട്ടാൻ പറ്റുമോ എന്നെഴുതി വെട്ടി മാറ്റാൻ പറ്റുമോ? ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഇവനൊന്നും ഓർമ്മയുണ്ടാവില്ല. പണ്ട് നമ്മുടെ വീട് ഓടുമേണ കാലത്ത് ഇവനെ ഗണേശനൊക്കെ ഇതിന്റെ കൊമ്പത്ത് തൊട്ടിൽ കെട്ടി ഒരുപാട് ഉറക്കിയിട്ടില്ലേ അമ്മേ? ഇഴജന്തുക്കൾ വരുന്നുണ്ടോന്ന് നോക്കാൻ അമ്മ എന്നെ കാവൽ നിർത്തുക. വീട് ചെറുതായിരുന്ന കാലത്ത് വീടിനൊരു തണലായിരുന്നു ഈ പ്ലാവ്. ഇപ്പൊ വീട് വലുതായി, അപ്പൊ അതൊരു ബാധ്യതയായി. അതങ്ങനെ ഉണ്ടാവുക. എന്താടാ, എന്തിനാ അത്യാവശ്യമായിട്ട് വിളിച്ചേ? അല്ല, നീ റിസോർട്ടിൽ മുറിയെടുത്ത് എന്താ പരിപാടി? ഇനി അതാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ സേഫ് അല്ല. നല്ലത് മസന കുടിയാ. മസിന് ഞാൻ പിന്നെ കുടിച്ചോളാം. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ മസിൽ പിടിച്ചിരിപ്പുണ്ട്. മസിൽ പിടിച്ചിരിക്കേ? സൽമാൻ ഖാനാ? സൽമാൻ ഖാൻ അല്ല, ഒരു ഗൾഫ് ഖാന. നിങ്ങളുടെ സുഹൃത്താണെന്നാ പറഞ്ഞത്. ഞാൻ ഈ സാധനത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. ബില്ലോടെ കങ്കാച്ചിലായിരിക്കും. എന്നിട്ട് എവിടെ? എന്ത് ബില്ലോ? അല്ല, പുള്ളി ആളെവിടെയെന്ന്. ആള് റെസ്റ്റോറന്റ് ലോണിൽ ഇരിപ്പുണ്ട്. ലോൺ എടുത്തിരിക്കേ? ലോൺ എടുത്തിരിക്കല്ല, ലോണിൽ ഇരിപ്പുണ്ടെന്ന്. ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ചെല്ല്. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. കാണണം. കാണും. കാണില്ലേ? കാണണ്ടേ? അതാ പറഞ്ഞ കാണണം. കാണാം. എന്തൊരു ഞാൻ ചന്ദ്രൻ. ഞാൻ ഡോക്ടർ രഘുറാം. ഗൾഫില് എവിടെ വെച്ചാ നമ്മള്? ഗൾഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരാഗ്രഹം എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ ഗൾഫുകാർ കാരാഗ്രഹ ജീവിതം നയിക്കുന്നവരാണല്ലോ. ആ അർത്ഥത്തിൽ ഞാനും ഒരു ഗൾഫുകാരനാ. അക്കരെയല്ല, ഇക്കരെയായിരുന്നു എന്റെ കാരാഗ്രഹവാസം. മനസ്സിലായില്ല. ജയിലിലായിരുന്നു. ഇത് വരുന്ന വഴിയല്ല, വന്നിട്ട് കുറച്ചു ദിവസമായി. ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഐശ്വര്യമായി വലതുകാലം വെച്ച് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം? നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയേണ്ടത്? ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടല്ല. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നിന്റെ ആ ബാല്യകാല സഖിയില്ലേ ഇന്ദിര, അവളുടെ ഭർത്താവാണ് ഞാൻ. നീ കാരണം ആശുപത്രിയിൽ കിടന്നില്ലേ, അതെന്റെ മകളാ. പഴയ പ്രേമവും പറഞ്ഞ് ഇനി അവളുടെ പുറകെ എങ്ങാനും വന്നാൽ അത് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഓക്കേ? വീണ്ടും കാണാതിരിക്കാൻ. ആരാത്? ഞാനാ, ചന്ദ്രൻ. പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ? പഴയ പ്രേമത്തിന്റെ കണക്ക് പറഞ്ഞ് കയറി വന്നതല്ല.
കാണരുത് വരരുത് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വന്നപ്പോ എന്നാ പിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പറഞ്ഞിരുന്നു ഭർത്താവ് മരിച്ചുപോയിന്ന്. മരിച്ചവരാരും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. സിനിമയിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ ജീവിതത്തിലും അത് കണ്ടു. വന്നിരുന്നു എന്നെ കാണാൻ നിന്റെ മരിച്ചുപോയ ഭർത്താവ്. ജയിലിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ മുഖത്ത് കണ്ട ഭാവം എന്താണെന്ന് മനസ്സിലായി. പേടിയുണ്ട് അല്ലേ? അപ്പൊ മരിച്ചുപോയി എന്ന് പറഞ്ഞത് മനസ്സിൽ നിന്നായിരിക്കും. വാതിലടച്ചേക്ക്.